ചിക്കനും ചുവന്നുള്ളിയും തേങ്ങയും കാന്താരിമുളകും ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ആദ്യം ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി, അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് 8 മുതൽ 10 വരെ കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചുവന്നുള്ളിലേക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ മൂത്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാട്ടോ, പക്ഷേ ടേസ്റ്റ് കൂടുതലുണ്ടാവുക കാന്താരിമുളക് ചേർത്താലായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ചിക്കൻ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതിൽ വേണം ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ അടിയിലൊന്നും കരിഞ്ഞു പിടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം. ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ കാന്താരിമുളക് തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ തേങ്ങയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചൊക്കെ കിട്ടണം. എന്നാലാണ് ഈ ചിക്കനിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ കൂടുതൽ വെച്ചിരുന്നാൽ തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താനായിട്ട് മറക്കരുത് കേട്ടോ. ഇത് നല്ല ചൂടോടുകൂടി നമുക്ക് പൊറോട്ട, ചപ്പാത്തി, അപ്പം അല്ലെങ്കിൽ സാധാരണ ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.